ഞാൻ ഈ ചാറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, IR5 സിറ്റുവേഷൻ പറയാറുണ്ടായിരുന്നു. അത് അതിന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച എന്റെ പേരക്കിടാവ് മകളുടെ കുട്ടി കോയിൻ വിഴുങ്ങി ഗൾഫിൽ സൗദിയിൽ വെച്ചിട്ട് കോയിൻ വിഴുങ്ങി കുട്ടി പറയുന്നുണ്ട്. നമുക്കറിയില്ല, കുട്ടി ടമ്മിൽ ഞാൻ വിഴുങ്ങി അമ്മമ്മ കഴിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ഈ കുട്ടി അവരോട് ഈ ഇത് ചൊല്ലാൻ പറഞ്ഞു. ഈ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഞാനും ചൊല്ലിക്കൊണ്ടിരുന്നു, എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട് എല്ലാവരും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. കുട്ടീനെ കൊണ്ടുപോയി അവർ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടിയില്ല, സംഭവം കിട്ടിയില്ല, കണ്ടില്ല. അപ്പൊ അതൊരു സന്തോഷം, കാരണം കുട്ടി ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാ പറയണത്, വയറ്റിലുണ്ടെന്ന് തന്നെ പറയണം, പക്ഷെ കണ്ടില്ല. നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വൈബ്രേഷൻ വന്നിട്ട് ഞാൻ ഉറങ്ങണല്ല, വേറെ എന്തോ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, എന്തൊക്കെയോ കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് പറയാനും ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നുന്നു, മൈൻഡ് ഭയങ്കര സുഖം, ഭയങ്കര സന്തോഷം. അത് വീണ്ടും മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ഇതിപ്പോ ഞാനപ്പോ 3 നേരമൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തമായി മ്യൂസിക് ഇത് വെച്ച്, അല്ലെങ്കിൽ സാറിന്റെ എന്തെങ്കിലും ഇത് കേട്ടിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതെന്താന്ന് എനിക്ക് അറിയില്ല. എന്താണ് അനുഭവിക്കുന്നത്? വൈബ്രേഷൻ വരുന്നു, വൈബ്രേഷൻ ശരിക്കും തരിച്ച് വൈബ്രേഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറങ്ങുന്ന പോലെ, ഉറക്കമല്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്നേരം എന്തൊക്കെയോ സ്വപ്നം പോലെ കാണുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ല. വീണ്ടും ഞാൻ ഉണർന്നു വന്നി, വീണ്ടും വൈബ്രേഷൻ വന്നി, അങ്ങനെ 2-3 പ്രാവശ്യം. പിന്നെ ഇല്ല, കുഴപ്പമില്ല. അപ്പോഴെനിക്ക് എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം. അത് തന്നെയല്ലേ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതിനല്ലേ ഈ ആൾക്കാർ. എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്നിട്ട് ഈ ക്ലാസ്സിലുള്ള ഒരാളോട് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു, ഇതാണോ ഫീലിങ്സ്, എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. യെസ്, അത് തന്നെയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെഡിറ്റേഷൻ അങ്ങനെ തന്നെ, അത് കിട്ടാനാണ് എല്ലാവരും ഇരിക്കുന്നത്. വെരി ഗുഡ്. വൈബ്രേഷൻ മാറുക, നമ്മുടെ വൈബ്രേഷൻ മാറുക, നമ്മുടെ അതീന്ദ്രിയമായ ഒരു അവസ്ഥയിലേക്ക് മാറുക, അതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. പെട്ടെന്ന് നമുക്ക് ഉണർന്നു വരാനും പറ്റുന്നില്ലല്ലോ സാർ, ആ അവസ്ഥയിൽ നിന്ന് ഉണർന്നു വരാനും പറ്റുന്നില്ല അല്ലേ? അങ്ങനെയാണോ? പറ്റില്ലല്ലോ. ഒരു എനർജി സ്റ്റേജിൽ നിന്നും മറ്റൊരു എനർജി സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നോർമലി ഉള്ള എനർജിയിലേക്ക് തിരിച്ചെത്താൻ പറ്റില്ല. ആൽഫ സ്റ്റേജിൽ നിന്ന് നിങ്ങളുടെ ബീറ്റ സ്റ്റേജിലേക്ക്, ബീറ്റയിൽ നിന്ന് തീറ്റ സ്റ്റേജിലേക്ക്, തീറ്റയിൽ നിന്ന് ഡെൽറ്റ സ്റ്റേജിൽ, ഡെൽറ്റയിൽ നിന്ന് തീറ്റ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഇരിക്കുമ്പോൾ ആ തീറ്റയിൽ നിന്ന് പെട്ടെന്ന് ആൽഫയിലേക്ക് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആൽഫ സ്റ്റേജ് ആണ്. ആൽഫ സ്റ്റേജിലേക്ക് നോർമലി പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ മെഡിറ്റേഷൻ എൻഡിൽ നിങ്ങൾ പറയുന്നു, കൈകൾ പതുക്കെ എടുക്കുക, ശരീരത്തിലേക്ക് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, എന്നിട്ട് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, എന്നിട്ട് പതുക്കെ കണ്ണുകൾ തുറക്കുക എന്ന് പറയുന്ന അത്രയും സമയമെടുക്കുന്ന സ്ഥാനത്ത് തിരിച്ചു വരാനായിട്ട്. പെട്ടെന്ന് സടകുടച്ച് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എനർജി ഇംബാലൻസ് ആയി പോകും. നമ്മൾ അത്രയും സ്റ്റേജ് അത് ഓരോ നിങ്ങൾ ആ മ്യൂസിക് ശ്രദ്ധിച്ചാൽ മതി. ഓരോ സ്റ്റേജ് ബൈ കൊണ്ടുപോകുന്ന മ്യൂസിക് ആണ്. അങ്ങനെ കഴിഞ്ഞിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവരണം. അതേപോലെ വന്നാൽ, അല്ലെങ്കിൽ ബോഡി ഈ പറഞ്ഞ വൈബ്രേഷൻ നടക്കുന്നത് ഇതാണ്. നിങ്ങളുടെ അകത്ത്, അതായത് നിങ്ങളുടെ ഊർജ്ജ തലം മാറുകയാണ് ചെയ്യുന്നത്. ആ മാറുമ്പോൾ വൈബ്രേഷൻ മാറും. ശരിക്കും ചില ആൾക്കൊക്കെ നന്നാത് വിറക്കും. ആണോ? എനിക്കറിയില്ല, ഞാൻ പേടിച്ചു പോയായിരുന്നു. കാരണം സാറിന്റെ ക്ലാസ്സിൽ ഇപ്പോ മെഡിറ്റേഷൻ ക്ലാസ്സിൽ 2ാമത്തെ പ്രാവശ്യം ഞാൻ കയറാണ്ട. ആദ്യത്തെ 1 മാസത്തേക്ക് യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ കിടന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഞാൻ എണീറ്റൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് എനിക്കത് പറ്റാറില്ല. ഈ എനർജി വെരി ഗുഡ്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചേർത്ത് പറയാം. ഈ എനർജി ചേഞ്ചസിനെ പറ്റി നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഉദാഹരണം വരുന്ന ഒരു സംഭവം ഞാൻ പറയാം. വളരെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോ ദൈവികതയുണ്ടോ, എന്താണ് ഇവരിങ്ങനെ എന്നൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ഒരു മറുപടി പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാട്ടിലൊക്കെ ഈ കോമരം തുള്ളുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളൊക്കെ നാട്ടിൽ സാധാരണ കോമരം തുള്ളുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളവിടെയൊക്കെ തെയ്യം ഒക്കെ, തെയ്യം കലകളൊക്കെ ഉണ്ടാകുമ്പോഴേ അതിന്റെ കൂടെ ഈ വെളിച്ചപ്പാടുകൾ ഉണ്ടാവും. ഈ സാധനം ഇത് സമയത്ത് വരുമ്പോൾ അവർ വല്ലാണ്ട് വിറക്കാൻ തുടങ്ങും. മുഴുവൻ ശരീരം ഇരുന്ന് വിറക്കും. വിറച്ചിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത്. നിങ്ങളവിടെ വെളിച്ചപ്പാട്, കോമരം തുള്ളുക ഇതൊക്കെ പറഞ്ഞില്ലേ? ഇത് സംഭവിക്കുക. അല്ലെങ്കിൽ ദേവി തുള്ളൽ, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളില്ലേ? ഇത് ചോറ്റാനിക്കയിൽ പോയ ഇത് കാണാം. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ വൈബ്രേഷൻ നിലവ് മാറുകയാണ് ചെയ്യുന്നത്. മാറുമ്പോൾ ബോഡി വല്ലാണ്ട് വൈബ്രേറ്റ് ചെയ്യും. ചിലവർക്ക് പിടിച്ചാൽ നിൽക്കില്ല, ചിലവർക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഇത് രണ്ടും വ്യത്യാസമാണ്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അത് ദൈവികതയോ മറ്റൊന്നൊക്കെ നിങ്ങൾ രണ്ടാമത് തിരിഞ്ഞു നോക്കുക. വൈബ്രേഷൻ ഇങ്ങനെ ചേഞ്ച് ആവും. ബോഡിയിലെ വൈബ്രേഷൻസ് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് മെഡിറ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ നിൽക്കുക. ഏതെങ്കിലും ഒരു ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ശക്തി പുറത്തുനിന്ന് പ്രവഹിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഇതെല്ലാവർക്കും സാധ്യമാകുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. എല്ലാവർക്കും
ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ എല്ലാവരെയും. എന്നാലും 2025 നമുക്ക് തുടങ്ങി. ഒരു മിനിറ്റ്, ഇവിടെ എന്താ സംഭവിച്ചത്? ഓക്കെ. Once again, good evening to everyone and good morning to all my YouTube viewers. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്ക് ഇന്ന് ആരംഭിക്കാം. എന്താ പറയാ, എന്താണ് കാര്യങ്ങളൊക്കെ? 2025 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇനി എത്ര 362 ദിവസങ്ങൾ കൂടി ബാക്കി, അല്ലെ? ഇത് വേണമെങ്കിൽ 2025 പറ്റി പറയുകയാണെങ്കിൽ കൗണ്ട് ഡൗൺ ആണ് ഓരോ ദിവസവും. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ടല്ല, 3 അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സമയം കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട്. ഒരു ദിവസം ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, എഴുതിയ താളുകൾ മറിച്ചു പോകുമ്പോൾ അവിടെ ചേർക്കാൻ മറന്നു പോകരുത്. അത്രയും വ്യക്തമായി എഴുതി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. നാളെ തിരിച്ച് മറിച്ച് ഇങ്ങനെ പിറകിലോട്ട് നോക്കുമ്പോൾ അയ്യോടാ അവിടെ എഴുതാൻ മറന്നുപോയല്ലോ എന്നുള്ള തോന്നല് പാടില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ശുഭാപ്തി വിശ്വാസം നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾക്കാണ് വേണ്ടത്. കഴിഞ്ഞ കാലത്തെ പറ്റി ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഇരുന്ന കാലമൊക്കെ പോയല്ലേ. ഇപ്പൊ നേരത്തെ ഹേമലത പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. പക്ഷെ ഇന്ന് നമുക്കതൊന്നും ഇല്ല. ഇനി പറയുമ്പോൾ അതൊന്നും നമ്മളെ വിഷയമേ ആയിരിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എഴുതി ചേർത്തു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് കാര്യങ്ങൾ മാറ്റമുണ്ടാക്കി. ഇനിയും ഒരുപാടുണ്ട്. എന്തൊക്കെയാണ് എന്നെ ഒരുപാട്? കഴിഞ്ഞത് കുറെ മാറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ സുമിന പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ മാറി, ഇനിയും കുറെ കാര്യങ്ങൾ മാറാനുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാണല്ലോ അല്ലെ? അപ്പൊ ഇത് ബാക്കി ഇന്നത്തെ ഒരു ചെറിയൊരു സംഭവം കൂടി ഇന്നത്തെ ദിവസം കൂടി ചേർത്ത് വെക്കാൻ റെഡി ആയവർ മാത്രം ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ എല്ലാവരോടും, യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഈ സന്ദർഭത്തിൽ അവിടെ ടൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത് കാണുന്ന ചിലപ്പോൾ കിച്ചണിലെ പണിയുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റു ബസ്സിൽ യാത്രയുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കിലോ ആഷിക്കിന്റെ ഇടയിലോ ഗാർഡനിങ് ഇടയിലോ ഒക്കെ ആയിരുന്നു എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ സമയത്തിനനുസരിച്ചാണ്. പക്ഷെ എന്നാലും നിങ്ങളുടെ പ്രസൻസ് അവിടെ അറിയാനാണ്. കാരണം ഞാൻ നിങ്ങളെല്ലാവരുടെയും ചാറ്റിങ്ങിലൂടെ നിങ്ങളുടെ കമന്റിലൂടെ ഞാൻ പോവാറുണ്ട്. അതുകൊണ്ട് ഒരാൾ ചിലപ്പോൾ പേരുകൾ മനസ്സിലാവില്ല, കാരണം ഇവിടെയുള്ള പേരല്ല നിങ്ങൾ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പേരുകളല്ല. അപ്പൊ പേരെഴുതിയിട്ട് ആ കമന്റും കൂടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കും. അവർക്ക് ഏതെങ്കിലും സമയത്ത് ഞാൻ എവിടെയെങ്കിലും നിങ്ങളൊരു ചോദ്യം കൂടി ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി പിറ്റേ ദിവസം ക്ലാസ്സിൽ ഉണ്ടാവും അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് അന്വേഷണമാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും. ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഇതെന്താണ് ഈ പറഞ്ഞത് എന്ന ചോദ്യം വളരെ കുറവാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ, എന്താണ് സംഭവിച്ചത് എന്ന് കേൾക്കുമ്പോൾ വരണം. അപ്പോൾ മാത്രമേ എനിക്കും കൂടുതൽ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓരോ ആളും പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ മിനിയാന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഒരാൾ എഴുതിയ കമന്റ് ആണ്, സാറേ ഇത് നിർത്തി ഞാൻ എന്റെ ജീവശ്വാസമാണിത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഇതായി. കാരണം വെച്ചാൽ അത്രയും ഈ ക്ലാസ്സിനെ സ്നേഹിക്കുന്നവരുണ്ട്, അവർക്കൊരു പിടിവള്ളിയാണ് എന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചില്ല ഇനിയിപ്പോ ക്ലാസ് ഒരു ദിവസം പോലും ഞാൻ മുടക്കില്ല എന്നുള്ള. മുടക്കാൻ വേറൊന്നും കൊണ്ടല്ല, എന്റെ സമയപരിമിതി കൊണ്ടാണ് കേട്ടോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ ആ ടൈമിന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ്സുകളെയും രണ്ടായി തിരിച്ച് ഒരു ദിവസം വൈകുന്നേരം 2 ക്ലാസ്സുകളാക്കാന്ന് വിചാരിച്ച് പെയ്ഡ് ക്ലാസ്സുകൾ 9 മണി തൊട്ട് 10 മണി വരെയും മറ്റേ ക്ലാസ്സുകൾ മുമ്പേ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് കലണ്ടറുകളൊക്കെ പുറത്തിറക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് എപ്പോഴും സെറ്റായി ഗുളിക കഴിച്ചുകൊണ്ട് പോവാം. എന്താ പറയാ, എല്ലാവരും റെഡിയാണ് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി. അപ്പോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് തുടങ്ങാം അല്ലെ? ഒറ്റ ചോദ്യം, ഒരു ഉത്തരം. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തയ്യാറല്ലാത്തവർ മാത്രം ഒന്ന് കമന്റ് ചെയ്താൽ മതി. ബാക്കി ഇപ്പൊ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ? ആര് ചോദിക്കും, ഞങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. അവിടെയാണ് അങ്ങനെ ഞാൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കട്ടെ. തയ്യാറല്ലാത്തവർ മാത്രം ഒന്ന് അവരെ പേര് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. യെസ്, പോരട്ടെ. ആരെങ്കിലും? അയ്യോ, ആരുമില്ലേ? ഒരാളെങ്കിലും ചേട്ടാ, ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം പേര് എഴുതിയാൽ മതി. ഒരാളെ കിട്ടാൻ വേണ്ടി എനിക്കൊരു പിടിവള്ളിക്ക് വേണ്ടിട്ട് ഒരാളെങ്കിലും.
250 ഒരാളെങ്കിലും ഇല്ലല്ലേ? എല്ലാവർക്കും മാറണല്ലേ? ചോദിച്ചോട്ടെ, എല്ലാവർക്കും മാറണം. എന്തിനാ മാറുന്നത്? എങ്ങോട്ടാ മാറേണ്ടത്? ഇനി ഐഡിയ എങ്ങോട്ടാണ് മാറേണ്ടത്? അതില്ല. അവിടെയാണ് വിഷയം. മാറണമെന്ന് അറിയാം. ഞാൻ ഇന്നലെ ഇന്നും പറയാറ് മാറണം എനിക്ക്. പക്ഷെ എങ്ങോട്ടാ? ഇന്ന് നമ്മുടെ സുധീഷ് ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ശരിക്കും വന്നിട്ട് കേട്ടു. സുധീഷ് ഞാൻ ശരിക്കും സുധീഷിനെ ആദ്യം മുതലേ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സുധീഷ് പറഞ്ഞു, സാറേ എനിക്ക് എങ്ങനെയെങ്കിലും മാറണം സാറേ, എനിക്ക് മാറിയേ പറ്റുള്ളൂ. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ കടം മേടിച്ചിട്ടായാലും ഏതെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്തിട്ട് ഞാൻ മാറിയേ പറ്റുള്ളൂ സാറേ. അന്നേരം തന്നെ ഞാൻ സുധീഷിന് മറുപടി കൊടുത്തോളാം. ഒട്ടും സമയം എടുത്തു. അന്ന് ഞാൻ അത് കേൾക്കുന്ന സമയത്ത് ഞാൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഓഫീസിലേക്ക് നടക്കുകയായിരുന്നു. ആ നടക്കുന്ന സമയത്താണ് ഈ വോയിസ് കേട്ടത്. സുധീഷിനെ ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നോക്കി. കാരണം സുധീഷ് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് അത്രയും സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും വളരെ ഇത് പെട്ട സമയത്ത് പറയുള്ളൂ എന്നറിയാം. കേട്ടപ്പോഴത് അപ്പൊ തന്നെ ഞാൻ കമന്റ് ചെയ്തു. പക്ഷെ അന്ന് ഞാൻ എല്ലാവർക്കും കൂടി ഒരു മെസ്സേജും കൂടി നൽകിയ അവിടെ, നിങ്ങൾ ആരും കടമേടിച്ചിട്ട് ദിനേശ് സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നേക്കരുത്. വന്നാൽ നിങ്ങൾ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപമാനമായിരിക്കും എന്ന് ഞാൻ വീണ്ടും ഓർത്ത് പറയുന്നു. കാരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വൈകിട്ട് ഇത്രയും ഓടുന്ന ഓട്ടത്തിനിടയിലും നിങ്ങൾ ക്ലാസ് തരുന്നത്. കാശ് ഉദ്ദേശിച്ചിട്ടല്ല. അവിടെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണം. പക്ഷെ നിങ്ങൾ ക്ലാസ് വേണം, എടുത്തോളൂ. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ വന്നോളൂ. കാരണം ഇത് ഞാൻ എല്ലാവരോടും കൂടി വീണ്ടും ചേർത്ത് പറയുകയാണ്. നിങ്ങൾക്ക് മാറാനുള്ളതൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ കുറേയൊക്കെ തരുന്നുണ്ട്. പിന്നെ അതിനപ്പുറത്തെ ടെക്നിക്കുകളാണ് ക്ലാസ് ആയിട്ട് രൂപത്തിൽപ്പെടുന്നത്. അപ്പൊ കടം വാങ്ങിച്ചിട്ടല്ല ക്ലാസ്സിൽ വരേണ്ടത്. നിങ്ങൾ 1212 രൂപയോ 2000 രൂപയോ 5000 രൂപയോ ആണോ ക്ലാസ്സിൽ നിശ്ചയിക്കുന്നതെങ്കിൽ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഇത്രയാണ്: 10 ദിവസം കൊണ്ട് ഞാൻ ഈ കാശ് ഉണ്ടാക്കിയിട്ട് സാറിന്റെ ക്ലാസ്സിൽ ചേരും. അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 1000 രൂപയൊക്കെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ആ കാശിൽ നിന്ന് ഞാൻ ചേരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്തിട്ട് വരൂ. അപ്പോൾ മാത്രമാണ് അതിന്റെ ഒരു സുഖം മറ്റൊന്നായിരിക്കും കേട്ടോ. ഇതെല്ലായിടത്തും നിന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതെല്ലാവരോടും ഈ യൂട്യൂബ് കാണുന്നവരോട് റിക്വസ്റ്റ് ചെയ്യാണ്. ആരും കാശില്ലാത്തവരായിട്ട് ഇവിടെ ജനിക്കുന്നില്ല. ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ, നമുക്കത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയില്ല എന്നത് മാത്രമാണ്. കാശില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരാളെങ്കിലും പറയൂ ഐ ഡോണ്ട് ഹാവ് മണി. പൈസ ഇല്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടോ? ഒരാളെങ്കിലും? കാശില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടാവില്ല. വിനിയോഗിക്കാൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമയത്ത് അതിന്റെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ്. അങ്ങനെ എനിക്കുമാണ്, നിങ്ങൾക്കും ഇല്ല അല്ലേ? എന്തേലും ആ കാശ് നിങ്ങൾക്കുള്ള പോലെയേ ഉള്ളൂ, മറ്റുള്ളവരോടും കൂടെ ഉള്ളൂ. കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾക്കാർ നമ്മുടെ ക്ലാസ് വാച്ച് ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആൾ നമ്മുടെ ക്ലാസ് വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ കോടിക്കണക്കിന് കടമുള്ള ആൾക്കാരും നമ്മുടെ ക്ലാസ് വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരേ വിഷയമുള്ളൂ, അവർക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയുന്നില്ല. കോടിക്കണക്കിനുള്ളവന് കോടിക്കണക്കിനുള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കോടിക്കണക്കിന് കടമുള്ളവന് കോടിക്കണക്കിന് കടത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയുന്നില്ല. ഇത് രണ്ടും ഇല്ലാത്തവന് ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് സത്യം. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ കോടീശ്വരൻ മെന്റാലിറ്റി, ബില്യണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്കുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പൊ യൂട്യൂബിൽ ഇന്ന് സീരിയസ് വീഡിയോ വരാൻ പോവാണ്. കോടീശ്വരൻ എങ്ങനെ കോടീശ്വരനാകാം എന്നതിനെ പറ്റി ഒരു സീരീസ് ഞാൻ തുടങ്ങിയിരുന്നു. ഓൾറെഡി 2-3 വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് അറിഞ്ഞാൽ നമുക്ക് മതി. അത് തന്നെയാണ് നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് ഞാൻ കൊച്ചിയിലും പഠിപ്പിച്ചത്, കാലിക്കറ്റും പഠിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ചിലപ്പോൾ അത് തന്നെയാണെങ്കിൽ അത് തന്നെ പഠിക്കും. ദുബായിലും ഇത് തന്നെയാണ് പഠിപ്പിച്ചത്, എങ്ങനെയാണ് നമ്മുടെ മെന്റാലിറ്റി മാറ്റേണ്ടത്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് ആണെന്ന് പറയുന്നത്. നിങ്ങൾക്കത് ട്രിക്സ് എന്ന് പറയാം. 5 സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞു തരാം, എങ്ങനെ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്നാണ്. റെഡിയാണല്ലോ എല്ലാവരും? ഞാൻ ക്വിക്കായിരിക്കും പോകുന്നത്, വളരെ സ്പീഡായിരിക്കും പോകുന്നത്. കാരണം നിങ്ങൾ അത്രയും സ്പീഡിൽ എന്റെ കൂടെ വരണം. കാരണം ഇത്രയും ദിവസം സ്ലോ പറഞ്ഞു പോയില്ലേ അല്ലേ? ഇനി നിങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് എന്റെ കൂടെ വരണം. അപ്പോൾ മാറ്റിമറിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ, എപ്പോൾ, എങ്ങോട്ട് എന്നുള്ളതാണ് അല്ലെ. ഒരാൾ എഴുതി എങ്ങോട്ടാണ് മാറേണ്ടതെന്ന് അറിയില്ല. അത് ആർക്കറിയാൻ പറ്റും? നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് മാറ്റണമെന്ന് അറിയാവുന്ന ആൾ ആരാണെന്ന് പറയാവോ? അവരെ പേരൊന്ന് ടൈപ്പ് ചെയ്യാവോ? എന്റെ ജീവിതം എങ്ങോട്ട് മാറണമെന്ന് അറിയാവുന്ന ഒരാളോ 2 ആളോ 3 ആളോ ആരാണോ അവര് പേരൊന്ന് ടൈപ്പ് ചെയ്യാവോ? ഒന്ന് പെട്ടെന്ന് നോക്കട്ടെ എത്ര പേർക്ക് അറിയാവരും. പേരാണ് ടൈപ്പ് ചെയ്യുന്നത്, അവരുടെ പേര്, അറിയുന്ന ആളുടെ പേര്. അവർക്കൊരു പേരുണ്ടാവില്ല അല്ലെ? യെസ്. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാം. ആ, ഭർത്താവിന്റെ പേരൊന്നും അല്ലല്ലോ എഴുതുന്നല്ലേ, അല്ലെങ്കിൽ ഭാര്യയുടെ പേരോ അമ്മയുടെ പേരോ അച്ഛന്റെ പേരൊന്നും അല്ലല്ലോ എഴുതുന്നത്. ഞാൻ വിശ്വസിച്ചോട്ടെ, നിങ്ങളെ തന്നെ പേരാണ് എഴുതുന്നതല്ലേ?
ചിലപ്പോ പറയും ഞാൻ മാറണമെങ്കിൽ എന്റെ ഭർത്താവ് മാറണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്റെ ഭാര്യ മാറണം. എന്ത് ചെയ്യാനും സാറേ ഒരു രക്ഷയില്ല. രാവിലെ പോകുമ്പോ നല്ല മുഖത്തോട് പോകും, വൈകിട്ടാകുമ്പോ പണ്ടാരും പാട്ട് പാടിയ പോലെ പൂമുഖ വാതിൽക്കൽ. അവസ്ഥ ഇന്ന് മാറിയല്ല, അന്ന് എന്താ പറയാ, എങ്ങനെയുള്ള ഭാര്യ എന്ന് നേരെ തിരിച്ചാണ്. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, അതൊക്കെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും ആരുമില്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ നമുക്കറിയാം. അപ്പോ നോക്കൂ, നമുക്ക് ഒന്നാമതായി ശരിയാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്, നമുക്കറിയാം, നമുക്ക് മാത്രമല്ല. പക്ഷെ നമ്മുടെ യഥാർത്ഥ വിഷയം എവിടെയാന്ന് വെച്ചാൽ, വീണ്ടും ഞാൻ പറയുന്നു, എന്താണ് മാറ്റേണ്ടതെന്ന് നമുക്കറിയില്ല, എവിടെയാണ് ഞാൻ മാറേണ്ടത് എന്നറിയില്ല. അപ്പോ നമ്മൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒന്നാമത് അറിയേണ്ട ഒരു പോയിന്റിന്റെ പേരാണ് റീഫ്രെയിം യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മനസ്സിന്റെ റീഫ്രെയിം യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മനസ്സിന്റെ ആ ചിന്താഗതി ഉണ്ടല്ലോ, അതിനെ മൊത്തത്തിൽ അങ്ങ് മാറ്റുക. നിങ്ങളുടെ മനസ്സിന്റെ നിലവിലെ ചിന്താഗതിയെ മുഴുവനായിട്ട് മാറ്റുക. എങ്ങനെ? നല്ലത് ആദ്യം നമ്മൾ റീഫ്രെയിം യുവർ മൈൻഡ് സെറ്റ് എന്നാണ് പോയിന്റ്. നമ്മൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെ ശരിക്കും മനസ്സിലാക്കുക. ഇതിൽ ഏതാണ് എനിക്ക് നല്ലത്, ഏതാണ് മോശം. നിങ്ങൾ ഇന്ന് തന്നെ പെന്നും പേപ്പറും എടുത്ത് എഴുതുക, എന്റെ നല്ല കാര്യങ്ങൾ, എന്റെ മോശം കാര്യങ്ങൾ. ഇത് എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏത് ഞാൻ മാറ്റണം, ഏത് ഞാൻ മാറ്റേണ്ടതില്ല. ഇങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രം എന്താണ് നമ്മൾ ചെയ്യുക? മാറ്റേണ്ടതിനെ മാത്രം മാറ്റിയാൽ മതി, മാറ്റേണ്ടാത്തതിനെ മാറ്റേണ്ടതില്ല. ഇത് തീരുമാനിക്കുന്നത് നമ്മളാണല്ലോ, മറ്റാർക്കും തീരുമാനിക്കേണ്ട ആവശ്യം. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തീരുമാനിക്കാം. അതാണ് റൈറ്റ്, അതായിരിക്കണം ശരി, മറ്റൊരാളും പറയുന്നില്ല. അപ്പൊ എന്റെ ശരി എന്താണ്, അത് ഒരു സൈഡിൽ എഴുതുക. എനിക്ക് മാറ്റം ഉണ്ടാക്കേണ്ടത് ഏതാണ്, ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് ഈ മാറേണ്ടതിനെ മാറ്റി എഴുതാൻ പറ്റുമോ ഇല്ലയോ? ആദ്യത്തെ പേജിൽ നിങ്ങളുടെ നല്ല കാര്യങ്ങളൊക്കെ എഴുതുക. രണ്ടാമത്തെ പേജിൽ ഞാൻ തിരിച്ചു വരാം ഷറഫുദ്ദീൻ, അതിന് മറുപടി പറയാം. ഒന്നാമത്തെ പേജിൽ നിങ്ങളുടെ നല്ലതിന് എഴുതുക, രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് മാറ്റേണ്ട എഴുതുക. ഇനി ഇത് രണ്ടും എഴുതി കഴിയുമ്പോൾ മൂന്നാമത്തെ പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ രണ്ടാമത്തെ പേജിൽ എഴുതി എന്തൊക്കെ മാറ്റണമെന്ന്. അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഷറഫുദ്ദീൻ പറഞ്ഞ ഒരു കാര്യമാണ്, സാർ തോട്ട്സ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരുന്നത്. സത്യമാണ് ഷറഫുദ്ദീൻ, സിസ്റ്റം അങ്ങനെയാണ്. മനുഷ്യന് മാത്രമേ ബുദ്ധിയുള്ളൂ, തോട്ട്സ് ഉള്ളൂ എന്നുള്ള കണക്ക്. അതാണല്ലോ മനുഷ്യൻ കണ്ടുപിടിച്ചത്, മറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഈ തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വരുന്ന സാധനമാണ്, അതിനാർക്കും തടയാൻ പറ്റില്ല. അത് ഒരിക്കലും ഒരാൾക്ക് ഇന്ന് വരെ നിർത്താൻ പറ്റില്ല. കാരണം അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മുടെ തോട്ട്സ് സ്റ്റോപ്പായാൽ പിന്നെ നമുക്ക് സംഭവിക്കുന്നത് എന്തെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ നമ്മളെ വേറൊരു പേരിട്ട് വിളിക്കും ആൾക്കാർ, അറിയോ? യെസ്, ജഡം. എപ്പോഴാണോ നമ്മുടെ തോട്ട്സുകൾ നിന്നു പോകുന്നത്, കഴിഞ്ഞു, എന്റെ കഥ അവളോട് തീർന്നു. ഇത് അതിലാണ് നിൽക്കുന്നത്. അപ്പോ തോട്ട്സ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒന്ന് ചെയ്യാം, എന്താണ്? തോട്ട്സിനെ വേണ്ട രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ പറ്റും. നിങ്ങൾ എളുപ്പത്തിൽ പറയാം, വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ കണ്ടിട്ട്, നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലെ, ആർക്കെങ്കിലും നദിയെ തടുക്കാൻ പറ്റുമോ? അണക്കെട്ട് കെട്ടിയാലും വെള്ളം ഒഴിക്കൊണ്ടേയിരിക്കും അല്ലെ, വെള്ളം ഒഴിക്കൊണ്ടേയിരിക്കും, മറ്റൊരു ഭാഗത്തേക്ക് പൊങ്ങി പോകും. എന്തായാലും സാധനം ഒഴുകും. നിങ്ങൾ അണക്കെട്ട് കെട്ടിയാലും വെള്ളത്തിന്റെ ഒഴുക്കിനൊന്നും കുറവുണ്ടാവില്ല. കെട്ടി നിന്നാൽ അത് പോയി പിന്നെ തിരിച്ച് മുകളിലോട്ട് കൂടി വരും. ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് അല്ലെ. അതേപോലെ തോട്ട്സിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ അവിടെ വന്നിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്താണോ അത് കൂടി വരിക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യം ചെയ്യാമല്ലോ, ഈ വെള്ളത്തിനെ വഴിതിരിച്ചു വിടാൻ പറ്റുമല്ലോ, ചാലുകൾ വെട്ടി വഴിതിരിച്ചു വിടാമല്ലോ. തോട്ട്സ് കുറെ ഉണ്ടാവും, ശരിയാണ്, അതിന് ചാലുകൾ വെട്ടി വഴിതിരിച്ചു വിടാം. ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, എന്താ ഇങ്ങനെ പറയണത്, ഇത് പറയാനുള്ള കാരണം എന്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ, അതേപോലെ എനിക്ക് അത് സമയത്ത് അതിനെ വഴിതിരിച്ചിട്ട്, എന്നെ പറ്റി ആൾക്കാർ അങ്ങനെ പറയുന്നു, എന്നാൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇത് ചെയ്യട്ടെ, അത് ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചിന്തിച്ചാൽ ഡൈവേർട്ട് ചെയ്തോ തോട്ട്സിനെ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്.
കാരണം ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ എന്നെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം ഇതാണ്. ഈ ഷെരീഫിന് ചോദിച്ചിട്ടുണ്ട്, ഉത്തരമായിട്ട് പറയണം. ഒരു ദിവസം നമുക്ക് 60,000 മുതൽ 70,000 വരെ തോട്ട്സ് ഉണ്ടാവും. ഇത് കണക്കാണ്, ഇത് യാതൊരു തെറ്റുമില്ല. എല്ലാ ബ്രെയിനും അതെയാണ്. അതിൽ 35,000 മുതൽ 40,000 വരെ ഇത് തന്നെയാണ്, റിപ്പീറ്റാണ്, യാതൊരു സംശയമില്ല. ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ റിപ്പീറ്റ് നമുക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ടായി മാറുന്നത്? അത് നെഗറ്റീവ് ആയി വരുമ്പോൾ മാത്രമാണ്. ആവശ്യമില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മൾക്ക് വിചാരിക്കുന്നത്, നമ്മൾ തന്നെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതിന് നമുക്ക് തോട്ട്സുകൾ എപ്പോഴും ബോധപൂർവമുള്ള പ്രക്രിയയുടെ റിസൾട്ടാണ്. ബോധപൂർവമാണ് തോട്ട്സുകൾ നടക്കുന്നത്. തോട്ട്സുകൾ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോ അവിടെ ബോധപൂർവ്വം അതിനെ ഡൈവേർട്ട് ചെയ്താൽ ഈ തോട്ട്സ് 35,000 40,000 വേണ്ട സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുമല്ലോ. പറ്റുമെന്നാണ് പഠനം. അത് സാധിച്ചാൽ മാത്രം. പക്ഷെ അതെങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെ പറ്റില്ല. അതിന്റെ പോയിന്റ് ആണ് ഈ പറഞ്ഞത്, റീഫ്രെയിം യുവർ മൈൻഡ് സെറ്റ്. ഇതാണ് എന്റെ മൈൻഡ് സെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ഭാഗത്തേക്ക് ഫ്രെയിം ചെയ്തെടുക്കും. ദാറ്റ്സ് ഓൺലി പോസിബിൾ. ഐ തിങ്ക് ഷറഫുദ്ദീൻ ഇത് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മൈൻഡിന്റെ കൃത്യമായ പ്ലാനാണ്, സിസ്റ്റമാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി ജീവിതത്തിൽ വിജയം ഉണ്ടാവാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രക്രിയ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 3 പേജിൽ എഴുതി വെക്കുക. 3-ാമത്തെ പേജിൽ നിങ്ങൾ വേണ്ടതിനെ പറ്റി ആലോചിക്കുക. എന്നിട്ട് അതിൽ കൃത്യമായി വേണ്ട മാറ്റം വരുത്തുക. വളരെ സിമ്പിൾ ആണ്. ഒരു ദിവസം എത്ര മിനിറ്റ് എടുക്കും? ഇത് എഴുതി വെക്കാൻ നിങ്ങൾക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരു ദിവസം എടുത്തെന്ന് വരും. ഇന്ന് ചെയ്യുമോ എല്ലാവരും? യു ക്യാൻ ഡു ഇറ്റ് അല്ലെ? ഇന്ന് തന്നെ ചെയ്യണം. ഇനി നാളെ മുതൽ നിങ്ങൾ അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും എടുക്കണ്ട. ഒരു പോയിന്റ് എടുക്കുക, ഒരു 5 മിനിറ്റ് നേരം ഇഷടാ ഇതെനിക്ക് വേണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്ന 2 കാര്യമുണ്ടല്ലോ, ഒരു ചാട്ടം, ഒരൊച്ച അല്ലെ, ഒരു പ്ലേറ്റ് ടേബിളിലിട്ട് റെഡി. ഇതൊക്കെ സാധാരണ നമ്മൾ വീട്ടിൽ കാണുന്നതല്ലേ അല്ലെ? ഭാര്യയെ കാണുമ്പോ അല്ലെങ്കിൽ ഭർത്താവിനെ കാണും എന്നുള്ളൊരു പുച്ഛം, ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറ്റാവുന്ന കാര്യമാണ്. ഞാൻ സിമ്പിളായ കാര്യം പറഞ്ഞാണ്. നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ഇതാക്കത്തില്ല. സിമ്പിളായുള്ള കാര്യം. ഇതൊന്ന് മാറ്റിയാൽ അവിടെ വലിയ സംഭവം നടക്കും. ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരുമ്പോ ഒരു താങ്ക് യു പറയുക. പിറ്റേ ദിവസം വെള്ളത്തിനകത്ത് കുറച്ചും കൂടി ഒരു മധുരം കൂടി ചേർത്തിട്ട് കൊണ്ടുവരും. അടുത്ത പ്രാവശ്യം കൊണ്ടുവരും അല്ലേ? സിമ്പിളാണ് അല്ലെ? മക്കളെ കാണുമ്പോ നമ്മൾ അടുത്ത് ചോദിക്കുന്നെന്താ, എവിടെ ആയിരുന്നു ഇത്ര സമയം എന്ന് ചോദിക്കുന്നതിന് പകരം സുഖമാണോ ആളാ, സുഖമാണോ മോളെ, സുഖമാണോ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ രണ്ടാമത് എങ്ങനെയെങ്കിലും അച്ഛന്റെ മുമ്പിൽ വരാനൊന്ന് ശ്രമിക്കും. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഒന്ന് ഈ കയ്യിൽ റിമോട്ട്, ഈ കയ്യിൽ മൊബൈല്. വീട്ടിലെ വീട്ടുകാരത്തി എന്തെല്ലാം പറയാനുണ്ടോ അതൊന്നും ഇതിലേ കേൾക്കും. എന്നിട്ട് ഇതിലേ വിടാനില്ലാവില്ല. കേട്ട് അവിടെ തന്നെ തള്ളിക്കളയും. ഇങ്ങോട്ട് വന്ന് എടുത്തിട്ടേ ഇല്ല. ഇതല്ലേ വീട്ടിലെല്ലാം സംഭവിച്ചുകൊണ്ട്. ഇപ്പോഴല്ല, മാറിയിട്ടുണ്ടാവും. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക്. ഓക്കെ, അത് പറഞ്ഞ് കുറെ അങ്ങോട്ട് പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം ദ പവർ ഓഫ് സ്മോൾ വിൻസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ചെറിയ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക. എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവും. ചെറുതായാലും വലുതായാലും ചെറിയ വിജയങ്ങൾ ഉണ്ടാവും. അത്തരം വിജയങ്ങളെ ആഘോഷിക്കാൻ എത്രത്തോളം നിങ്ങൾ ശ്രമിക്കാറുണ്ട് എന്ന് ഒന്ന് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ എന്തിനാണ് നിങ്ങൾ ഒരു ചെറിയ കാര്യം പോലും ആരും പറയുമ്പോൾ സാവൂതം അധികം കേൾക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാളോട് ഞാൻ ബ്ലോക്ക് ചെയ്യാറില്ല. എത്ര ചെറിയ കാര്യം. ഇന്നലെ ഒരാൾ പറഞ്ഞു എനിക്ക് 100 രൂപയുടെ ലോട്ടറി അടിച്ചു. അത് എത്ര വലിയ കാര്യമെന്നറിയോ? അവരുടെ മനസ്സിന്റെ അവസ്ഥ ഒന്ന് നോക്കി. ആ സമയത്ത് അത്തരം ചെറിയ കാര്യങ്ങളിലൂടെയാണ് വലിയ കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് വരുന്ന സന്തോഷം എന്താണെന്നറിയോ? നിങ്ങൾ കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ 100 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരേ സന്തോഷമാണ്. കാരണം അവർക്കത് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ചെറിയ ചെറിയ സന്തോഷത്തെ നമ്മൾ അനുഭവിക്കാം. ഇന്നും ഞാൻ ജയമോൾ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ജെൻ ടു ഹാപ്പിനെസിന്റെ ക്ലാസ് ഗ്രൂപ്പിൽ കയറി പറഞ്ഞു കേട്ടു. ഞാൻ ശ്രദ്ധിച്ചു പറഞ്ഞു തരുമ്പോൾ അവർക്ക് കിട്ടിയ ശരിക്കും അതിന് കറക്റ്റ് നെഗറ്റീവായിട്ട് പറയാവുന്ന കാര്യമാണ്. കാരണം ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു, പഴയവർക്ക് എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ വേറെ കൊടുത്തു, ജേർണി ടു ഹാപ്പിനെസ് വേറെ കൊടുത്തു, ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ മുമ്പിലാണ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ജേർണി ടു ഹാപ്പിനെസിന്റെ കൂടെ ലോ ഓഫ് അട്രാക്ഷൻ ഫ്രീ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും തന്നത്. എത്രയാണ്? 6,000, 2,000, പിന്നെ 1,000, 9,000, 8ഉം 2 9,000 സംതിങ് രൂപ തന്നിട്ട് പഠിച്ചവരുടെ മുമ്പിൽ നിന്നാണ് അതേ കോഴ്സ് 5,950 രൂപക്ക് നിങ്ങൾക്ക് ഈ വർഷം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ശരിക്കുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും?
സാർ എന്ത് പണി കാണിച്ചത്. അതേ സ്ഥാനത്ത് ജയമോൾ പറഞ്ഞിട്ട് എത്ര സന്തോഷപൂർവ്വം അവിടെ പറഞ്ഞല്ലോ. നോക്കൂ സാർ ഇത്രയും വേണ്ടി ചെയ്തിട്ടും അതിനെ പോലെ നമുക്ക് പ്രാക്ടീസ് എടുക്കണം എന്ന് ആലോചിച്ച് നോക്കണം. ചെറിയൊരു കാര്യമാണ്, പക്ഷെ അതിന് വളരെ സന്തോഷപൂർവ്വം മാറ്റിയെടുക്കാനുള്ള കഴിവ് അത് ഉണ്ടാവണം. ചെറിയ വിന്നിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. വീട്ടിലിരിക്കുന്ന മകൾ മകൻ ഒരു ചിത്രം വരച്ചിട്ട് മുമ്പിലോട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ നമ്മൾ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം അതിനൊന്ന് നോക്കിയിട്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അവന്റെ മനസ്സിലുണ്ടാക്കാവുന്ന ഒരു മാറ്റത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊടുത്ത സമയത്ത് നമ്മൾ അന്നൊന്നും തിരക്കായിരുന്നു, ടി വിയുടെ മുമ്പിലായിരുന്നു. റിപ്പോർട്ടറിൽ നടക്കുന്ന അടിയും ഏഷ്യാനെറ്റിലെ കോലാഹലത്തിനിടയിലായിരുന്നു. ഇസ്രായേലിലും അല്ലെ എവിടെ എന്തൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടെന്ന് പറഞ്ഞ പോലെ പണ്ടൊക്കെ നമുക്ക് പോളണ്ടിലൊക്കെ ആയിരുന്നു ചർച്ച. ഇന്നതൊക്കെ നിർത്തി, കാലം മാറി അല്ലെ. അല്ലെങ്കിൽ ഇപ്പോഴും ഒരു വിഭാഗം നമ്മളിൽ ഉണ്ട്, ഇല്ലാന്നല്ലേ. എന്നാലും ഞാൻ പറഞ്ഞു വരികയാണ്, ഇത് മാറ്റണം. ചെറിയ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 5 second റൂൾ. അപ്ലൈ 5 second റൂൾ ഇൻ യുവർ ലൈഫ്. എന്താണ് 5 second റൂൾ എന്നറിയാം? എപ്പോഴും നമുക്ക് എവിടെയാണ് നമ്മൾ പിടിച്ചു പോകുന്നത്, നമ്മൾ നിന്ന് പോകുന്നത് എന്നറിയും. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് അയ്യോ ശരിയാകുമോ, ഞാനിത് പറഞ്ഞാൽ ശരിയാണോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, പിന്നെ ചെയ്യാം പോട്ടെ എന്നുള്ള ചിന്തകൾ നമ്മളെ മാറ്റി നിർത്തപ്പെടും. എന്നുള്ള ചിന്തകൾ നമ്മളെ അവിടെ നിർത്തും, മുമ്പോട്ട് പോകാൻ വിടില്ല. ഏത് കാര്യം വരുമ്പോഴും, ഓഫീസിൽ ഒരു ഫയൽ വന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ തന്നെ ആദ്യം ഈ നമ്പർ എടുക്കണോ, അതെടുക്കണോ, ഇതെടുക്കണം അല്ലെ. പച്ചക്കറി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം കൈയിട്ടു ഓരോന്ന് തിരിഞ്ഞ് ഇത് വേണം, ഇത് വേണ്ട, അടുത്ത വേണം, അത് ഇങ്ങനെ നമ്മൾ അവിടെ കിടന്ന് കറങ്ങും അല്ലെ. അങ്ങനെ എല്ലാത്തിലും ഞാനത് ഉദാഹരണം പറഞ്ഞു, എല്ലാ സ്ഥലത്തും നമ്മൾ കടന്നു കറങ്ങും. ഇതിവിടെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ഏറ്റവും എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും ഞാനാക്കി നിർത്തിയത് ഈ ഒരു റോളാണ്. എന്റെ ജീവിതത്തിൽ എന്നും ഞാൻ പാലിക്കുന്ന ഒരു സംഭവമാണ്. എപ്പോഴും വൈഫ് ഇത് എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. ഡിസിഷൻ ഓൾവേസ് ക്വിക്ക്, അപ്പോഴെടുക്കും. ചില കോഴ്സുകളൊക്കെ നിങ്ങളിപ്പോ അനുഭവിക്കുന്ന കോഴ്സുകളൊക്കെ ഞാൻ എപ്പോഴാണ് തീരുമാനിച്ചത് നിങ്ങൾ പറഞ്ഞത് വിളിച്ചിരിക്കും. അതുവരെ അഡ്മിന്മാരോ ഞാനോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഒരിക്കലും. ഒരു സ്ഥലത്ത് ഒന്നിക്കൽ കുളിക്കുമ്പോൾ നല്ല ഷവറിൽ വെള്ളം വീഴുമ്പോൾ ഒരൊറ്റ തീരുമാനം, ഈ ഒരു കോഴ്സ് ബെസ്റ്റാണ്, അങ്ങനെ തീരുമാനിക്കും. അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു കോഴ്സ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ക്വിക്കായിരിക്കും. 5 second റൂൾ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു 5 സെക്കൻഡ് കൊണ്ട് 1 2 3 4 5 ടേക്ക് എ ഡിസിഷൻ, ഗോ ഹെഡ്. അതിൽ ശരിയോ തെറ്റൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്, ഒരിക്കലും തെറ്റില്ല. കാരണം 5 സെക്കൻഡിനകത്ത് വേറൊരു തോട്ട്സ് അവിടെ വരില്ല, ഒറ്റ തോട്ട്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തെ തീരുമാനിക്കുക, ആലോചിക്കുക, ആ സ്ഥാനത്തെ അന്നേരം ചെയ്തു തുടങ്ങുക. ഡു ഇറ്റ് റൈറ്റ് അവേ. ഒരു തരത്തിൽ നിങ്ങൾ പിന്നെ തിരിഞ്ഞു പോകില്ല. പിന്നില്ല രാവിലെ പറയാണ്ട്, രാവിലെ എഴുന്നേക്കാൻ മടി കാണിക്കുന്നവർക്ക് ഇവിടെ ആരും ഉണ്ടല്ലേ, രാവിലെ എഴുന്നേക്കാൻ മടി കാണിക്കുന്നവർക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിക്കുക. നമ്മൾ എപ്പോഴാണോ ബോധത്തിലേക്ക് എത്തിയത് 5 സെക്കൻഡിനകത്ത് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരിക്കണം. പിന്നെ അവിടെ ഇരിക്കണം 5 സെക്കൻഡ്. 1 2 3 4 5 എഴുന്നേറ്റ് പോകാം ഒറ്റയടി. ചില ഡോക്ടർമാർ പറയും അങ്ങനെ ചെയ്ത് ബ്രെയിൻ ആകെ ശരിയായിരിക്കും, അതിലൊക്കെ സയന്റിഫിക് എന്ന് ഞാൻ പറയുന്നില്ല, ക്വിക്ക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ മില്യൺസിന്റെ ട്രാൻസാക്ഷൻ അടക്കം ചെയ്യാം. പക്ഷെ ആക്ഷൻ, ദ ഡിസിഷൻ യു ക്യാൻ ടേക്ക് ഇറ്റ്. ആക്ഷൻ എടുക്കുമ്പോൾ അതിന് കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ തന്നെ പോകണം. ഞാനിവിടെ വളരെ ഡീപ്പായിട്ട് 5 സെക്കൻഡ് റൂൾസുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരാൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. അഫർമേഷൻ ഇപ്പൊ എന്തിനാണ് ഇവിടെ ഇരിക്കുന്ന? അഫർമേഷൻ ആ ഗ്രൂപ്പിൽ പോയി പ്രാക്ടീസ് ചെയ്താൽ പോരെ സത്യഭാമ. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് അഫർമേഷൻ ഞാൻ ഈ പറയുന്നതും രണ്ടും കിട്ടൂലല്ലോ. അഫർമേഷനും കിട്ടില്ല, ഇതും കിട്ടില്ല, ഒന്നിനും വില ഉണ്ടാവില്ല. നിങ്ങൾ ഒന്നിൽ ഫോക്കസ് ചെയ്യൂ. ഫോക്കസ് അറ്റ് വൺ അറ്റ് എ ടൈം. മനുഷ്യൻ 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മൾട്ടി ഫോക്കസ് പോസിബിൾ വളരെ റെയർ കേസസ് ആണ്. 40 വയസ്സിന് മുമ്പേ കുറെ എങ്ങനെയെങ്കിലും ആ ബ്രെയിൻ ഒപ്പിച്ചു പോയിക്കോളും. 40 വയസ്സിന് ശേഷം പാടാണ്. അതുകൊണ്ട് 2 കാര്യത്തിൽ ശ്രദ്ധിക്കരുത്. ഒന്നിക്കൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് അടച്ചിട്ട് അവിടെ പോയിരിക്കുക, സ്വസ്ഥമായി നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് വരും കേട്ടോ. നോ പ്രോബ്ലം. 2 കാര്യങ്ങൾ ചെയ്യരുത് കേട്ടോ. ഒന്നും ഇതുമായിട്ട് റിലവന്റ് അല്ലാത്ത. നല്ലതാണ് അഫർമേഷൻ, നല്ലതാണ്.
മൂന്നാമത്തെ കാര്യം പറഞ്ഞു, 5 സെക്കൻഡ്. നാലാമത്തെ ഹാബിറ്റ് ഫോർമേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാബിറ്റ് ഫോർമേഷൻ. എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണ് ഈ ഒരാൾക്കൊരു ഹാബിറ്റ് ഉണ്ടാവും? ഇവിടെ ഗുഡ് ഹാബിറ്റ്സ് ഉള്ള എത്ര പേരുണ്ട്? എനിക്ക് ഗുഡ് ഹാബിറ്റ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ. ഗുഡ് ഹാബിറ്റ്സ്. അങ്ങനെ പറയും, ചോദിച്ചാൽ ആ ഗുഡ് ഇതാവില്ല. ഏതൊക്കെ ഗുഡ് ബാഡ്? എനിക്ക് ഗുഡേ ഉള്ളൂ, ബാഡ് ഇല്ലല്ലോ. പിന്നെ എങ്ങനെ? വെറുതെ ഒന്ന് നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി ചോദിച്ചാൽ കുഴപ്പമില്ല. ഗുഡ് ഹാബിറ്റ്സ്. ഈ ഹാബിറ്റ്സ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു കാര്യം ചോദിച്ചത്, നമുക്ക് രാവിലെ എഴുന്നേൽക്കാം. എല്ലാവരും എന്ത് തോന്നുന്നു? ഞാനത് കുറച്ച് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്, മൈൻഡ് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ബി റെഡി ഫോർ ഇറ്റ്. ഞാൻ ഒന്ന് നിങ്ങളെ കലക്കും. എല്ലാം റെഡി ആവുക. ചോദ്യത്തിന് ഉത്തരം പറയും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനാണ്. രാവിലെ എഴുന്നേൽക്കുക ഗുഡ് ഹാബിറ്റ് ആണോ ബാഡ് ഹാബിറ്റ്? എല്ലാവർക്കും അത് ഗുഡ് ഹാബിറ്റ് ആണ്. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അല്ല, രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നില്ല, ഒരു 5 മണിക്ക് മുമ്പേ എഴുന്നേൽക്കുക. ഓക്കെ, രാവിലെ എന്ന് പറഞ്ഞപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. 5 മണിക്ക് മുമ്പേ എഴുന്നേൽക്കുക ആണല്ലോ അല്ലെ? ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം എടുത്തിട്ട് നാളെ പറയരുത് സാർ ഇങ്ങനെ പറഞ്ഞു തന്നില്ല. ഇതൊക്കെ ഒരു ഓപ്ഷണൽ കേസുകളാണ്. എന്നാൽ 4 മണിക്ക് ജോലി കഴിഞ്ഞ് വന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്കത് ഗുഡ് ആണോ ബാഡ് ആണോ? ആണല്ലോ. അപ്പൊ രാവിലെ എഴുന്നേൽക്കുക എന്നതല്ല ഗുഡ് ഹാബിറ്റ്. അവനവൻ കൃത്യമായി ഉറങ്ങി എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായി. റെസ്റ്റ് കൃത്യമായി ചെയ്തിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഗുഡ് ഹാബിറ്റ് അല്ലെ? രണ്ടും പഠിച്ചു വെച്ചാൽ ചെറിയ വ്യത്യാസമില്ലേ? കൃത്യമായ റെസ്റ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കുന്നതാണ് ഗുഡ് ഹാബിറ്റ്സ്. അപ്പോ ഞാൻ നമ്മളൊരു മെന്ററിങ്ങിന് വന്ന ഒരാൾ പറഞ്ഞാണ്, സാറേ രാവിലെ എഴുന്നേൽക്കണം കൃത്യമായ ആഗ്രഹമുണ്ട്, പക്ഷെ ഉറങ്ങുന്നത് 12 മണിക്കാണ്. എങ്ങനെ എഴുന്നേൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എഴുന്നേൽക്കാൻ അല്ല, അവർ പറഞ്ഞ കംപ്ലൈന്റ് ഇങ്ങനെയായിരുന്നു, സാർ ഒരിക്കലും പറ്റുന്നില്ല, 5 മണിക്ക് എഴുന്നേൽക്കാൻ എനിക്ക് പറ്റുന്നേയില്ല, എത്ര ശ്രമിച്ചാലും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു അതെന്താ സംഭവം? പറ്റുന്നില്ല. അഥവാ എഴുന്നേറ്റാൽ തലവേദനയും ഒക്കെ ആയി ഉറക്കം ബാക്കി വരും ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ പതുക്കെ ചെയ്ത് എത്ര മണിക്കാ അപ്പൊ ഉറങ്ങുന്നത്? അത് 1-1:30 മണിയൊക്കെ ആവും. നടക്കുവോ? ചെയ്യാവോ? പാതകല്ലേ ചെയ്യുന്നത്. അപ്പൊ ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റ്സും ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാനാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് ഗുഡ് ഹാബിറ്റ്സ് എവിടെയാണ് തെറ്റിയത്? രാവിലെ എഴുന്നേക്കാത്തതല്ല, നേരത്തെ ഉറങ്ങാത്തതാണ് തെറ്റ്. വിചാരിച്ച എന്താണ് ഇത്ര സമയം? എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, അതാണ് എന്റെ തെറ്റ്, അതാണ് എന്റെ തെറ്റ് എന്ന് പിടിച്ചു നിന്നു. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലാണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയാം. അത് അവർ കഴിക്കുന്ന, ഞാൻ പലപ്പോഴും പറയാം, അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒക്കെ വിഷയമാണ്. ആ കമ്മ്യൂണിറ്റിയിൽ അത് ചേഞ്ച് ആവശ്യമാണ് അതിനനുസരിച്ച് കേട്ടോ. എല്ലാവരും ആ നിർബന്ധമായും പറഞ്ഞിരുന്നു സുബഹി നിസ്കാരം നിർബന്ധമാണെന്ന് പറയുമ്പോഴും കൃത്യമായി എത്ര മണിക്കാണല്ലോ അവസാനത്തെ 5ാമത്തെ നിസ്കാരം എന്ന് കൃത്യമായി പറഞ്ഞിട്ട് പോലും അത് ചെയ്തിട്ട് ഉറങ്ങൂല. രാവിലെ സുബഹി നിസ്കാരത്തിന് എഴുന്നേക്കാനാണ് വിഷയം വരുന്നത്. അത് ഭയങ്കര അവര് വല്ലാണ്ട് അലട്ടുന്ന ഒരു വിഷയമാണ്. അയ്യോ എനിക്കത് പറ്റുന്നില്ലല്ലോ, സുബഹി നിസ്കാരം പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഹാബിറ്റ് ഫോർമേഷൻ നമുക്ക് ഉണ്ടാവുക? നമുക്ക് ആവശ്യമുള്ള കാര്യത്തെ നമ്മൾ തീരുമാനിക്കുക. ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ആവശ്യം എന്ന് തീരുമാനിച്ചിട്ട് അതിനെ നമ്മൾ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുക. ഒരു ബ്രേക്കും ഉണ്ടാവരുത്. അടുത്ത ഓപ്ഷൻ പറയുന്നത് 7-7-7 അങ്ങനെയും ചെയ്യാം. 7 ദിവസം ചെയ്യുക, ഒരു ദിവസം വേണമെങ്കിൽ 7 ദിവസമായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 21 എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്ത് കൂടിയല്ലേ ഞാൻ പറയുമ്പോൾ. 21 ദിവസം കണ്ടിന്യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കൂടുതൽ. എന്നാ പിന്നെ വേണ്ട, നിങ്ങൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു സ്മോൾ സ്റ്റെപ്പ് ആക്കി മാറ്റുന്നതിന് 7 ദിവസം ചെയ്താൽ മതി. 7 ദിവസം ചെയ്തോളൂ, പിന്നെ 7 ദിവസം ചെയ്തോളൂ, പിന്നെ 7 ദിവസം ചെയ്തോളൂ. ഓക്കെ, 21 ഡേയ്സ് നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല. 21 ഡേയ്സ് കൃത്യമായി ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഹാബിറ്റായി മാറും. ആ ഹാബിറ്റിനെ അടുത്ത 5 തവണ റിപ്പീറ്റഡ് ആയി ചെയ്ത് കഴിഞ്ഞാൽ 5 ടൈംസ് റിപ്പീറ്റഡ് ആയി ചെയ്താൽ അപ്പൊ എത്രയായി? 21 × 5 റിപ്പീറ്റഡ് ആയി ചെയ്താൽ പിന്നെ അത് നിങ്ങളുടെ ക്യാരക്ടറായി മാറും. പിന്നെ ഒന്നും ചെയ്യണ്ട, പിന്നെ നിങ്ങൾക്ക് അതില്ലാതെ നിൽക്കാൻ പറ്റില്ല. ഇതാണ് ഹാബിറ്റ് ഫോർമേഷൻ. ഇത് എന്താണോ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഓർമ്മയുണ്ടല്ലോ. സോറി,
മണി എത്ര മണിക്കൂർ ഉറങ്ങുന്നു, എത്ര മണിക്ക് ഉറങ്ങുന്നു എന്നതിലല്ല, എപ്പോൾ ഉണരുന്നതിന് അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ടോട്ടലി സൈക്കോളജിക്കലി എതിരാണ്. എത്ര മണിക്ക് ഉറങ്ങുന്നു എന്നതിൽ ആണ് പ്രാധാന്യം, എത്ര മണിക്ക് ഉണരുന്നു എന്നതിനേക്കാളും. അത് നിങ്ങൾ പഠിച്ചു വെച്ച നോട്ട് ബ്രെയിൻ മൈൻഡ്, മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ സിസ്റ്റവുമായിട്ട് റോങ് ആണ്. കൃത്യമായി അത് ചെയ്യണം. എത്ര മണിക്ക് ഉറങ്ങുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം ഉറങ്ങുന്നതിന് വളരെ പ്രാധാന്യം. ഞാൻ ടോട്ടലി ഡിസഗ്രി ചെയ്യാണ് ആ കോൺസെപ്റ്റിന് കേട്ടോ. അല്ല, അതൊക്കെ നിങ്ങൾ പറഞ്ഞു. ക്വാളിറ്റി സ്ലീപ്പിനെ പറ്റി പറയുമ്പോൾ പിന്നെ ക്വാളിറ്റി സ്ലീപ്പ് ഇല്ല, സ്ലീപ്പ് തന്നെയാണ്, സ്ലീപ്പ് ആയിരിക്കണം. മറ്റത് കിടക്കലാണ്. ക്വാളിറ്റി സ്ലീപ്പ്, നോൺ ക്വാളിറ്റി സ്ലീപ്പ് തന്നെ വെറുതെ കിടക്കുന്നു. ഉറങ്ങിയെന്ന് വെച്ചാൽ സ്ലീപ്പായി കഴിഞ്ഞു. രണ്ടും കോൺസെപ്റ്റുകൾ എടുക്കുന്നതിലെ ഡിഫറൻസിയേഷൻ ഉള്ളൂ. അപ്പോ നമ്മള് അങ്ങനെ ഹാബിറ്റ് ആക്കി മാറ്റണം. യെസ്, റീഫ്രെയിം യുവർ മൈൻഡ്. അതാണ് അതിനകത്ത് പിന്നെ ഹാബിറ്റ് ആക്കി നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഇത് ചെയ്താൽ നമുക്ക് സാധ്യം. അടുത്തത് എല്ലാവർക്കും സാധ്യമാണ്. നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സംഭവമാണ് 2020 മെഡിറ്റേഷൻ ആയാലോ, നമ്മൾ 7 days മിറാക്കിൾസിലായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി അഫർമേഷൻസ്, ഡെയിലി മെഡിറ്റേഷൻ ആയാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന സാധനം. പോയിന്റ് നമ്പർ 5, പവർ ഓഫ് വിഷ്വലൈസേഷൻ. 5, നമ്മൾക്ക് എന്താണോ ആവേണ്ടത്, നമ്മൾക്ക് എന്താണോ നേടേണ്ടത്, നമുക്ക് എവിടെയാണോ എത്തേണ്ടത്, അതിനെ കൃത്യമായി കാണാനുള്ള കഴിവുണ്ടാകും. ഉണ്ടാക്കിയെടുക്കണം, ഉണ്ടാവരല്ല, ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഗോൾ സെറ്റ് ചെയ്യൂ, ഗോൾ സെറ്റ് ചെയ്യൂ, ഗോൾ സെറ്റ് ചെയ്യൂ, വിഷൻ ബോർഡ് ഉണ്ടാക്കൂ, വിഷൻ ബോർഡ് ഉണ്ടാക്കൂ, എഴുതി വെക്കൂ. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരൊറ്റ പോയിന്റ്. കാരണം ഈ 4 ഉണ്ടായാൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. ആദ്യത്തെ പറഞ്ഞു, അതിൽ നല്ലതും ഗോൾ സെറ്റിംഗ്സ് എന്ന് തുടങ്ങുകയാണ്. അവരോട് ആദ്യം പറയുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞു, റീഫ്രെയിം യുവർ മൈൻഡ് സെറ്റ്. എഴുതി വെക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ എഴുതി വെക്കൂ. അതേ സാധനം നിങ്ങൾ ആരും എത്ര പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം, ഗോൾ സെറ്റ് ചെയ്യാത്ത ഒരാളും ഇന്നേ വരെ ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടേയില്ല. 100%. എത്ര എക്സാമ്പിൾ വേണമെങ്കിൽ എടുത്തു തരാം. ഓരോ പ്രശസ്തരായ ആൾക്കാരുടെയും എക്സാമ്പിൾ എടുത്തു തരാം. അവരറിഞ്ഞോ അറിയാതെയോ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സംശയമില്ല. അത് ഇനിയും നിങ്ങൾ വൈകിട്ടില്ല. 2025 നിങ്ങൾ ചെറിയ ആ ഒരു നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന ഒരു സെറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ അയ്യോ അത് അവിടെയാണ് യഥാർത്ഥത്തിൽ വിഷയിക്കുന്നത്. അതില്ലാത്തിടത്തോളം ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത്, എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു വരിക്കുന്ന ആ മൈൻഡ് സെറ്റിലാണ് വിഷയം. അതിനെ മാറ്റത്തിടത്തോളം കാലം റീഫ്രെയിം യുവർ ദാറ്റ് മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റിനെ ആദ്യം നിങ്ങൾ മാറ്റിയെടുക്കാത്തിടത്തോളം കാലം ഇവിടെ ഒരു പ്രാക്ടീസും ഫലപ്രദമാവില്ല. ഞാൻ ഇന്നും പറയുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നു, വീണ്ടും ഇന്നും പറയുന്നു, ഐ എം ഹംബിൾ റിക്വസ്റ്റ് യു, റൈറ്റ് യുവർ ഗോൾസ്. എഴുതി വെക്കൂ. എഴുതി വെക്കുക, എല്ലാം നേടും. എഴുതി വെച്ചതൊക്കെ നേടാൻ പറ്റും. അത് നിങ്ങൾക്ക് സമയം കൊടുത്താൽ മതി. എഴുതി വെച്ച് അതിനകത്ത് എഴുതി വെച്ചാൽ മാത്രം മതി, സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവിടെയാണ് പവർ ഓഫ് വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ 2020 വിജയം ആൾക്കാർ ശ്രദ്ധിച്ചല്ലേ? 2020 വിജയത്തെ പറ്റി നിങ്ങൾക്ക് ആർക്കും സംശയമില്ല. കിട്ടിയ പോയത് എല്ലാവർക്കും വിജയം നൽകിയ കോഴ്സാണ്. വരുന്നുണ്ട്, വീണ്ടും തുടങ്ങുന്നുണ്ട്. ഇപ്പൊ 7 days മിറാക്കിൾസ്, 7 elements ഓഫ് മെഡിറ്റേഷൻ ഈ മാസം തന്നെ ഉണ്ടാവും. 2020 ചെയ്തവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 2020 കൂടി ഇപ്പോ 15-ാം തീയതിക്കകത്തുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് വിഷ്വലൈസേഷൻ ആണ് അതിനകത്ത് ചെയ്തത്. ഇതേ പ്രോസസ്സ് എഴുതി വെച്ചു, ലക്ഷ്യം എഴുതി വെച്ചു, വിഷ്വലൈസ് ചെയ്തു, ദൈവത്തിന് മുമ്പിൽ അർപ്പിച്ചു. ബാക്കി അവിടെ വിട്ടുകൊടുക്കുക. നിങ്ങൾ സമയം എടുത്ത് സംഭവിച്ചിട്ട് നോക്കൂ ഓരോ കാര്യം. ഇന്ന് ഒരാള് രാവിലെ നമ്മുടെ വനജാദേവി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്നോട് പറഞ്ഞു, ഇങ്ങനെ സംഭവമാണ്, വോയിസ് അയച്ചു. അത് കഴിഞ്ഞിട്ട് അവരുദ്ദേശിച്ച കാര്യം 11 മണിയാകുമ്പോൾ അവർക്ക് ലഭിച്ചു. തൽക്കാലത്തേക്ക് EMI അടക്കാനാണ്, ഒരു കയ്യിലില്ലായിരുന്നു, എവിടെ നിന്ന് കിട്ടുമെന്ന് ഇങ്ങനെ ഇരുന്ന് നിൽക്കുമ്പോൾ അവർ ആദ്യം പോയി ചോദിച്ച ആരാണ്, അവർ തന്നെ ആ കാശ് കൊടുക്കുകയും ചെയ്തു, EMI അടക്കുകയും ചെയ്തു. അടുത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള വഴിയും അവിടെ തന്നെ സംജാതമായി. അവർക്ക് ഓർഡറും കിട്ടി, വർക്കിന്റെ ഓർഡറും കിട്ടി, സാധനം കൊടുക്കാനും പറ്റും. അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം സംഭവിക്കുമെന്നല്ല ഈ പറയണത്. പതുക്കെ സംഭവിക്കും. ബിലീവ് ഇൻ ദാറ്റ്, ഡു ഇറ്റ് അവേ. എഴുതി വെക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. എഴുതി വെച്ചതൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എന്റെ ജീവിതം മാറിയിട്ടുണ്ടെങ്കിൽ, എന്റെ ജീവിതം ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ
ഞാൻ മറ്റന്നാൾ ബിസിനസ് ക്ലാസ്സിൽ പറയാൻ പോകുന്ന ഒരു കാര്യമാണ്, ഇത് ഇപ്പോൾ പറയുന്നില്ല. എന്റെ ലൈഫ് എങ്ങനെയായിരുന്നു ബിസിനസ്സിൽ നിന്നും ഇന്ന് എങ്ങനെയാണെന്നും. ഇന്ന് ഞാനിപ്പോ 2 മണിക്ക് ഓഫീസിൽ നിന്ന് വന്നതാ. പുറത്തു പോയി ഞങ്ങൾ രണ്ടുപേരും പോയി നല്ലൊരു ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല ഉറക്കം. അങ്ങനെ കിടന്നുറങ്ങി 3 മണി തൊട്ട് 4 മണി വരെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഓഫീസിൽ പോയിട്ടില്ല, ഇന്ന് വെള്ളിയാഴ്ച. അത് ഓഫീസിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ വിചാരിച്ചു വേണ്ട ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്നിട്ട് കിടന്നുറങ്ങി. 4 മണിക്ക് എഴുന്നേറ്റ് പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴയുണ്ടാകുമ്പോൾ എന്താ, ഓഫീസിൽ ഒരു പണിയും നടക്കില്ല, എല്ലാവരും അവിടെ വെറുതെ ഇരിക്കുള്ളൂ. ഇത് ഞാനും പോയി വെറുതെ ഇരിക്കണ്ടായിരുന്നു, ഞാൻ പക്ഷെ പോയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ബ്ലെസ്സിങ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന എപ്പോഴാണ്? ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇതൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓഫീസ് ഞാൻ പോവാതെ ഓഫീസ് മുമ്പോട്ട് പോകുന്നതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അതൊക്കെ സംഭവിച്ചു പോകുന്ന ഇതെല്ലാം എഴുതി വെച്ചാണ് കാര്യങ്ങളാണ്. അപ്പോൾ ഗോൾ സെറ്റിംഗ്. അപ്പോൾ 5 പോയിന്റ് ഒന്നുകൂടി ഫാസ്റ്റ് പറഞ്ഞു പോവാം. മറക്കരുത്, എഴുതി വെച്ചവരില്ലെങ്കിൽ ഒന്നുകൂടി എഴുതി വെക്കുക. റീഫ്രെയിം യുവർ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ നല്ലതും നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതും എഴുതി വെക്കുക. എന്നിട്ട് വേണ്ടാത്തതിനെ മാറ്റി വേണ്ടതിനെ അവിടെ ചേർക്കുക. അത് ഞാൻ ഗോൾ സെറ്റിംഗ്സിൽ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. 7 ചക്രാസ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ? 2020 മെഡിറ്റേഷൻ എനിക്ക് മൈൻഡ് സെറ്റ് ആയില്ല. 2020 മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ ചക്രാസ് എടുക്കരുത് എന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. 7 എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ 7 ചക്രാസിന് ബാലൻസ് ചെയ്യാണ്, വേറൊന്നുമല്ല. 7 ചക്രങ്ങളെ 7 ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്തത്. തിങ്കൾ ഒരു ചക്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എലിമെന്റുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ 5 എലിമെന്റ്സ് ഉണ്ടല്ലോ ഭൂമിയിൽ, അതും പിന്നെ സൂര്യനും ചന്ദ്രനും, അങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്, 7 കണക്ട് ചെയ്തിരിക്കുന്നത്. സഹസ്രാര ചക്രവും നമ്മുടെ അങ്ങനെ അത് ഒരു ദിവസം പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തതാണ് ഞാൻ ഇവിടെ. 2020 മെഡിറ്റേഷൻ ചെയ്തു, മിറാക്കിൾ ചെയ്തു, ഇപ്പോൾ മനസ്സ് സന്തോഷത്തോടെ. യെസ്, അത് തന്നെയാണ് അവിടെ നിന്നാണ് തുടക്കം. ഇന്നത്തെ ക്ലാസ് അതായിരുന്നു, അവിടെ നിന്നാണ് തുടക്കം. അപ്പോ റീഫ്രെയിം യുവർ മൈൻഡ് സെറ്റ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന അസൈൻമെന്റ് ആണ്, എല്ലാവരും ചെയ്യുക. റീഫ്രെയിം യുവർ മൈൻഡ് സെറ്റ്. രണ്ടാമത്തെ, പവർ ഓഫ് സ്മോൾസ് വിൻ. ഓരോ ചെറിയ സന്തോഷത്തെയും ആഘോഷിക്കുക, ആസ്വദിക്കുക. ചെറുത് കിട്ടിയാലും അതിനെ ആസ്വദിക്കുക, എടുത്തു പറയുക. ഒരു പൂവിനെ കണ്ടോ, സന്തോഷം നിങ്ങൾക്ക് നൽകിയോ ആ പൂ, ഒരു പോയി ആ പൂവിന്റെ അടുത്ത് നിന്നിട്ട് സന്തോഷം പ്രകടിപ്പിക്കുക. ഡോണ്ട് സേ, അങ്ങനെ ചെറുതായാലും വലുതായാലും സന്തോഷിക്കുക. മൂന്നാമത്തേത് 5 സെക്കൻഡ് റൂൾ. ടേക്ക് എ ഡിസിഷൻ റൈറ്റ് അവേ, ഡോണ്ട് ബി കൺഫ്യൂഷൻ. ഒരു തരത്തിലും കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ എന്ത് ചിന്തിച്ചുവോ അത് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. ഗുഡോ ബാഡോ ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. പിന്നെയാണത് ആക്ഷൻ എടുക്കുമ്പോൾ മാത്രം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു പോയാൽ മതി. എന്ന് വെച്ചാൽ 5 മിനിറ്റിൽ ഞാൻ പറഞ്ഞു ഒരാൾ വന്ന് പ്രപ്പോസൽ ചെയ്തു. അല്ല, ഞാൻ പണ്ടൊരു കഥ പറഞ്ഞാണ്. അങ്ങനെ ഞാനൊരു കോളേജ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു 5 സെക്കൻഡിൽ ഡിസിഷൻ എടുക്കാറ്. സാറ് ഒരാൾ വന്ന് പ്രപ്പോസൽ ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് ഞാൻ 5 സെക്കൻഡ് കൊണ്ട് മറുപടി എടുക്കാവോ? അപ്പൊ അങ്ങനെ കൊടുക്കാനല്ല, അത് നിങ്ങൾ ആലോചിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം. ഞാൻ പറഞ്ഞ അപ്പാടെ അങ്ങനെ കാലം കണക്ക് നോക്കിയിട്ട് വേണം ചെയ്യാറുണ്ട്. അപ്പോ 3 5 സെക്കൻഡ് റൂൾ. നാലാമത്തെ, ഹാബിറ്റ് ഫോർമേഷൻ. ഹാബിറ്റ് ഫോർമേഷൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാണ് അല്ലെ? ഹാബിറ്റ് ഫോർമേഷന് വേണ്ടി ഏത് കാര്യം ചെയ്യുമ്പോൾ 21 ഡേയ്സ് റിപ്പീറ്റഡ് ആയി ചെയ്യാം, നോ കോംപ്രമൈസ്. 21 ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും? വേണ്ട, 21 ദിവസം ചെയ്യണ്ട, 7 ദിവസം ചെയ്യാൻ പറ്റുമല്ലോ. 7 ദിവസം ചെയ്യൂ, പിന്നെ 7 ദിവസം ചെയ്യും, വീണ്ടും 7 ദിവസം ചെയ്യും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യുക. അത്രയും അന്ന് അത് വിടാതിരിക്കുക. നമ്മളെന്താണ് തീരുമാനിക്കുക, ജിമ്മിൽ പോകും. എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകും. ആദ്യത്തെ ദിവസം പോയി, രണ്ടാമത്തെ ദിവസം പോയി, മൂന്നാമത്തെ ദിവസം കുറച്ച് കഴിഞ്ഞിട്ട് പോകട്ടോ, കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് പോകാം. ഇത് ഒന്ന് എഴുന്നേക്കാൻ മതി അല്ലെ? സ്ഥിരമായിട്ടുള്ള വിഷയമാണ് അത്. ഒരു 7 ദിവസം കണ്ടിന്യൂസ് ചെയ്യുക. അഞ്ചാമത്തത്, പവർ ഓഫ് വിഷ്വലൈസേഷൻ. എല്ലാം കാണാൻ പറ്റുക. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാൻ പറ്റുക. അത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ദുബായ് പ്രോഗ്രാം? യെസ്, ജസ്റ്റ് പറയൂ. ഈ വർഷത്തെ നമ്മുടെ ദുബായ് പ്രോഗ്രാം കാണാൻ പറ്റുന്നവർ മാത്രം ടൈപ്പ് ചെയ്യൂ. യെസ് കാണാൻ പറ്റണം നിങ്ങൾക്കെല്ലാം. അപ്പൊ നമ്മളെല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞാൽ ശക്തി കൂടും അല്ലെ? ഞാൻ ഒറ്റയ്ക്ക് കാണുന്നതിന് പകരം ഇപ്പൊ ഒരുപാട് ആൾക്കാരായി കാണാൻ. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ശക്തി എന്ന് അറിയുക. വെരി ഗുഡ്. എല്ലാവരും റെഡി ആയിക്കോളൂ. പാസ്പോർട്ടൊക്കെ ഇപ്പോഴേ എടുത്തു വെച്ചോളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് നിമിഷത്തിൽ ഓടാൻ നിൽക്കണ്ട. അപ്പൊ പെട്ടെന്ന് കിട്ടും, എന്നാലും റെഡിയാക്കി വെച്ചോളൂ. വല്ല നൂലാമാലകളും പാസ്പോർട്ട് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തോളൂ കേട്ടോ. വെച്ചോളൂ. അവസാന നിമിഷം നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ അഫർമേഷൻ കൊടുത്ത് ഇപ്പോഴേ റെഡി ആയിക്കോളൂ. അപ്പൊ ഇത് റെഡിയാണല്ലോ. 5 കാര്യങ്ങൾ കിട്ടി. ഇന്നത്തെ കാര്യം നമുക്ക് കഴിഞ്ഞു. അടിപൊളി. നാളെ പക്ഷെ ഇന്ന് നിങ്ങൾക്ക് പോയിട്ട് വർക്ക് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് 3 പേജ് എഴുതാനുണ്ട് കേട്ടോ, മറക്കണ്ട. നമുക്ക് മാറേണ്ടതും മാറ്റേണ്ടതും ഉള്ളതുമായ എല്ലാം റെഡിയാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. അൺമ്യൂട്ട് ചെയ്യാം നിങ്ങൾക്ക്. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.
Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. ഓക്കെ ഓക്കെ Thank you, sir. 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 ഓക്കെ ഓക്കെ ഖദീജ അൺമ്യൂട്ട് ചെയ്തു. കുറെ കാലമല്ലേ കണ്ടിട്ട്. Thank you, sir. Thank you. Thank you, sir. ഞാൻ പുതിയ sir. Thank you, sir. Thank you. ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യൂ. ഓക്കെ ഖദീജ അൺമ്യൂട്ട് ചെയ്തോ. Thank you. Good evening. ഒരു മിനിറ്റ്, ശബ്ദം വരുന്നോണ്ടാ. അൺമ്യൂട്ട് ചെയ്തോ. Happy New Year, firstly. Sir, ഞാൻ സ്കൂളിലൊക്കെ പോയൊരു മനുഷ്യൻ. 1983 SSLC ബാച്ചാണ് ഞാൻ. അപ്പൊ ഞാൻ 65 മുതൽ 2024 വരെ മത്സരം ഉണ്ടായിന് എല്ലാ ബാച്ചിന്റെയും. ആ മത്സരത്തിൽ പങ്കെടുത്തു, ഒപ്പനക്ക് പങ്കെടുത്തു, മോണാക്ടിന് പങ്കെടുത്തു, സെക്കൻഡ് പ്രൈസ് വാങ്ങി, ഞങ്ങളെ ബാച്ച് കപ്പ് വാങ്ങി. ഈ ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും അപ്പൊ ആ ഒരു സന്തോഷം അറിയിക്കാണ്. താങ്ക്സ് ഉണ്ട് വളരെയധികം. എനിക്ക് നല്ല എനർജി ആക്കിയിട്ട് പിന്നെ ഞാനിങ്ങനെ എപ്പോഴും സ്റ്റേജിൽ കയറിയ മുമ്പ് തന്നെ I.R. this situation ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും സർ. അങ്ങനെ ചെയ്തിട്ട് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറയാം, എന്തോ ഒരു മന്ത്രം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാരും പറഞ്ഞു, നമ്മളെ ഗ്രൂപ്പിൽ എല്ലാരും പറഞ്ഞോലൊക്കെ പഠിപ്പിച്ച്. പിന്നെ സാറിന്റെ ഈ ക്ലാസ്സിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇട്ടിട്ട് ചിലരൊക്കെ കേറിയിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ സാറ് യൂട്യൂബിലൊക്കെ കാണലുണ്ടായിരുന്നു. അപ്പൊ അത്ര ഇങ്ങോട്ട് ഓൽക്ക് അറിയില്ലേനി ഇത്രയും പവർഫുൾ ആയ ഒരു സാറാണെന്നുള്ള. സൗന്ദര്യം കണ്ടിട്ട് ചിലരൊക്കെ, സംസാരമൊക്കെ കേട്ടിട്ട് ചിലരൊക്കെ കേറേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു, ഞാനാ നല്ലൊരു സ്നേഹത്തോടുള്ള സംസാരം കേട്ടിട്ടാണ് ഇതിലേക്ക് കേരള തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ താങ്ക് യു. വെരി ഗുഡ് കൺഗ്രാചുലേഷൻ. അപ്പൊ അതിനെ ആസ്വദിക്കാം. ഇപ്പൊ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ പവർ ഓഫ് സ്മോൾ വിൻസ്. ചെറിയ ചെറിയ കാര്യങ്ങളെ നന്നായിട്ട് ആസ്വദിക്കുക. അതെ നമ്മളെ തന്നെ അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കലാണ് ഇപ്പൊ. അതാണ് ഇപ്പൊ പണി. താങ്ക് യു സർ. ശരി, താങ്ക് യു. അടുത്ത ആരാ സംസാരിക്കാൻ? ഹാൻഡ് റൈസ് ചെയ്തോ. റഷീദ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ അല്ല, ആഗ്രഹിക്കുന്ന കാര്യം. ഓഫ് കോഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ എഴുതുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡയറി എഴുത്തല്ല, നമ്മുടെ റീഫ്രെയിം, മൈൻഡ് സെറ്റിനെ റീഫ്രെയിം ചെയ്യാം. റഷീദ സംസാരിച്ചോ.